യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ 50% സീറ്റ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ് കോൺഗ്രസിൽ പ്രാവർത്തികമാകുമോ എന്നത് വളരെ ആകാംക്ഷയോട് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഈ മാനദണ്ഡം വിജയിക്കാത്തത്? മുതിർന്ന ഒരു കൂട്ടം നേതാക്കൾ മത്സരത്തിനായി കച്ചമുറക്കുമ്പോൾ വാഗ്ദാനം വെറുവാക്കായി മാറുമോ എന്നതൊക്കെ ചർച്ചയാണ്. ഇപ്പോൾ തന്നെ പലരും കുപ്പായമൊക്കെ ഇട്ട് തുടങ്ങി സീറ്റിന് വേണ്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകി അവരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവരെ ജയിപ്പിച്ചെടുക്കുന്നതിൽ പാർട്ടി നേതൃത്വം എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ചില ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ എടുക്കാം. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനവട്ടം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടന്നപ്പോൾ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുണ്ടായത്. പക്ഷേ ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കർശനമായ ഒരു നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആൾക്കാർക്കിടയിൽ, ഓരോ മണ്ഡലത്തിലും ആൾക്കാർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ആയിരിക്കും യുവാക്കളെയൊക്കെ സ്ഥാനാർത്ഥിയാകാൻ തിരഞ്ഞെടുക്കുക. വളരെ പ്രകടമായ ഒരു മെസ്സേജ് പാർട്ടിക്കും അതോടൊപ്പം തന്നെ മുന്നണിക്കും നൽകുന്നത് പുതുമുഖങ്ങളെ അണിനിരത്തിയാൽ, ചെറുപ്പക്കാരെ അണിനിരത്തിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത കൂടുതലാണ്. ഒരു കരുനാഗപ്പള്ളി മോഡൽ പാർട്ടി നേതൃത്വത്തിനിടയിൽ ഒരു ചർച്ചയാകുന്നുണ്ട്. അതായത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CR മഹേഷ് മത്സരിച്ചപ്പോൾ ആ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ 2021 UDFിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടെങ്കിലും CR മഹേഷ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ അവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായ ആ നേട്ടം അതുപോലെ കരുനാഗപ്പള്ളി മോഡൽ മറ്റു മണ്ഡലങ്ങളിലും ആവർത്തിക്കണം എന്നുള്ള ഒരു വിലയിരുത്തൽ പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം, ആൾക്കാർക്കിടയിൽ പ്രവർത്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്നത്. നിരന്തരം മത്സരിച്ച് പരാജയപ്പെടുന്ന മുഖങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ആളുകളെ പരീക്ഷിച്ച് അവർക്ക് വേണ്ട പിന്തുണ നൽകി. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. വിജയത്തിൽ കുറഞ്ഞൊന്നും അവർ ചിന്തിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആ മേൽക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരണം, ആ മേൽക്ക് അങ്ങനെ തന്നെ തുടരണം എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നത്. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.